ഖുർആൻ നിങ്ങൾ നോക്കിയാൽ ഇത് നമ്മൾ മുസ്ലിങ്ങൾ ഖുർആനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകങ്ങളിൽ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. പ്രകൃതി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഖുർആൻ. നിങ്ങളൊരു മദ്രസയിൽ പഠിക്കുന്ന കുട്ടിനോട് സാധാരണ ഒരു മുസ്ലിമിനോട് ഒരു 70% മുസ്ലിമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അവയർനെസ് മുസ്ലിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പുറം ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്താണ്? ഒന്ന് ഹിജാബ് ചർച്ച ചെയ്യും, 2 മുത്തലാഖ് ചർച്ച ചെയ്യും, യുദ്ധത്തിന്റെ ആയത്തുകൾ ചർച്ച ചെയ്യും. ഇങ്ങനെ കുറെ എപ്പോഴും കലാകാരമായിട്ട് ചർച്ച ചെയ്യുന്ന കുറെ സാധനങ്ങൾ ചർച്ച ചെയ്യും. ഇത് ചർച്ച ചെയ്യുന്ന ആളുടെ കുറെ കൂടെ ലക്ഷ്യമുണ്ട്, അത് ശരിയാണ്. പക്ഷെ നമ്മൾ എപ്പോഴാണ് ഖുർആൻ ഇത്രയും സുന്ദരമായിട്ട് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് എന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. നമ്മളെപ്പോഴാണ് ഖുർആനിലെ ധാന്യമണിയെ കുറിച്ച് പറയുന്ന അത്ഭുതത്തെ കുറിച്ച് അവതരിപ്പിച്ചത്? നമ്മളെപ്പോഴാണ് ഈത്തപ്പഴത്തിന്റെ സൗന്ദര്യം ഖുർആനിൽ പറയുന്നുണ്ട് എന്നതിനെ കുറിച്ച് അവതരിപ്പിച്ചത്? നമ്മളെപ്പോഴാണ് വരണ്ട ഭൂമിക്ക് ജീവൻ നൽകുന്ന സൗന്ദര്യത്തെ കുറിച്ച് ഖുർആനിനെ വെച്ചുകൊണ്ട് ഒരു കവിത എഴുതിക്കൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തിയത്? നമ്മളിത് ചർച്ചക്കെടുക്കുന്നില്ല എന്ന് തന്നെ വലിയ വിഷയമാണ്. പുതിയൊരു ജനറേഷൻ ഖുർആനോട് ഇൻട്രസ്റ്റ് തോന്നില്ല എന്നൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? അവർക്ക് 4 കെട്ടിനെ കുറിച്ചും ഈ ആയത്തുകളെ കുറിച്ചാണ് നമ്മൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുർആന്റെ 50-60% ഓഫ് ആയത്തുകളിലും അള്ളാഹു നമ്മളെ ജീവിതം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് പ്രകൃതിയാണ്, പ്രപഞ്ചമാണ്. എന്ന് വെച്ചാൽ ഖുർആനെ വെറുതെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ പച്ച ഇലകളും മഞ്ഞ ഇലകളും വെള്ളവും ത്തിന്റെ നനവൊക്കെ അവിടെ എവിടെയും കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഒരു വലിയ ദൗത്യമാണ് എന്ത്? ഖുർആന്റെ ഈ സൗന്ദര്യം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്.